നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും മുഹൂർത്തമായ സ്വാഗതം. ഒരു 2 ദിവസം നമ്മൾ അവധി കൊടുത്തു, റെസ്റ്റ് കൊടുത്തു. ചില കമന്റുകളൊക്കെ കണ്ടു. ടെമ്പററി ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. മറ്റൊന്നല്ല, ഔട്ട് ഓഫ് കവറേജ്, സത്യം പറഞ്ഞാൽ റെയ്ഡ് കുറച്ച് ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. പല വിവാദങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. ഈ പറയുന്ന നമ്മുടെ ഷഫീന ബീബി പുറത്തുവിട്ട ചാറ്റ് അടക്കം വന്നു, ഞാൻ കണ്ടു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത് അതിനൊരു ആധികാരികതയില്ല. നാളെ എടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചാറ്റ് പുറത്തു വിട്ടിട്ട് വന്നിട്ട് അയ്യോ ഇത് ഏതോ AI ആണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് മറുപടിയില്ല. അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണ്ട എന്ന് കരുതിയാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത്. ആ ചാറ്റ് വായിച്ചവർക്ക് കൃത്യമായിട്ട് തലയ്ക്ക് മൂളയുള്ള മന്ദബുദ്ധി അല്ലാത്ത ആർക്കും കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ആ ചാറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോ ഞാൻ വീഡിയോ ഇടാൻ കാരണം, ഇപ്പോ റെനാസുന ഒരു പോസ്റ്റ്, റെനാസുനയുടെ ഒരു പോസ്റ്റ് അല്ല, ഒരു കമന്റ് ഞാനൊരു പോസ്റ്റിൽ കണ്ടിട്ടുണ്ട്. കമന്റ് ഇങ്ങനെയാണ്. കമന്റ് ആദ്യം വായിക്കാം, അതിനുശേഷം പോസ്റ്റിനെ കുറിച്ച് ഇതിനെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ട്. ഇതൊക്കെ വ്യക്തമായിട്ട് കേട്ടോ. ഇതിനകത്ത് ഈ കമന്റ്, റെനാസുനയുടെ കമന്റ് ഇങ്ങനെയാണ്. ഇൻസ്റ്റയിൽ കൊടുത്ത കമന്റ് ആണ്. യെസ്, ഐ ആം സെലിബ്രിറ്റി, സോ പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. അതെ, ഞാൻ സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് എന്റെ മാനേജറെ കോണ്ടാക്ട് ചെയ്യേ എന്നുള്ളതാണ്. അടുത്തത്, യെസ് നേരിട്ട് മീറ്റപ്പ്. യെസ്, നേരിട്ട് മീറ്റപ്പ്, കോഫി കുടി, ഷൂട്ട് പ്രോഗ്രാം. ഇഫ് യു വാണ്ട് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. ഇതൊരു എക്സ്പ്ലനേഷൻ ആണ്. ഇതിനെന്താ അർത്ഥം? ഇതിനർത്ഥം ആ ചാറ്റ് എന്റേതാണ്, അത് ഞാൻ തന്നെയാണ് ചാറ്റ് ചെയ്തത് എന്ന് സമ്മതിക്കുകയാണ് ഇവിടെ റെനാസുന. ഇതിനപ്പുറം വലിയൊരു പ്രൂഫ് വേണോ? ഇതിനപ്പുറം വലിയൊരു പ്രൂഫ് ഈ പറയുന്ന റെനാസുനയെ വാനോളം പൊക്കി മറ്റതാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ദേവതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊക്കി നടന്നില്ലേ? അവർക്ക് ഇതിനപ്പുറം വലിയൊരു പ്രൂഫ് വേണോ? ഈ ഒരു സംഭവത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ആ കമന്റ് ഇട്ടത് അത് ഫേക്ക് അല്ല. അത് കൃത്യമായിട്ട് ഈ പറയുന്ന റെനാസുന തന്നെയാണ് ഈ ഒരു കമന്റ് ഇട്ടത് എന്നുള്ളതാണ്. ഇത് പുറത്തു പോയി, ഈ കമന്റ് അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് പുറത്തു പോയി എന്ന് റെനാസുനയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണോ ഈ ഫേക്ക് ആയിട്ടുള്ള ഈ പറയുന്ന ഫേസ്ബുക്ക് അടിച്ചുപോയി എന്നുള്ള ഒരു ഫേക്ക് നാടകം കളിച്ചതും അതുകൊണ്ട് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ പറയല്ലോ, എന്നെ എന്ത് ചെയ്തു, എന്റെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് അവൻ എന്റെ ID വെച്ച് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ചാറ്റ് നടത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് മറ്റൊരാളിലേക്ക് മാറ്റിയത് എന്നുള്ള സംശയം നല്ല രീതിയിൽ ഇപ്പൊ ബലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? പറയാം, ഞാനല്ല. പക്ഷെ ഇപ്പോ റെനാസുന തന്നെ വന്ന് സമ്മതിച്ചിരിക്കുന്നു. എന്താണ്? ആ കമന്റ് ഇട്ടത് ഞാൻ തന്നെയാണ് എന്നുള്ളതാണ്. ഇനിയാണ് നമുക്ക് ആ കമന്റിന്റെ ആ ഒരു തീവ്രത എന്തെന്നുള്ളത് മനസ്സിലാക്കുന്നുള്ളത്. അതായത് ഈ പറയുന്ന കസ്റ്റമർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ഒരു കസ്റ്റമറാണ്. ഓക്കെ, ഇവരുടെ കുറെ ഫോട്ടോകൾക്കൊക്കെ കുറെ ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വരുമ്പോൾ, അതായത് വിദേശത്തുള്ള ആളാണ്, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ, നേരിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ യഥാർത്ഥ അർത്ഥം. അപ്പോ എന്തോ എന്നിട്ട് അവന് ഒരു സ്റ്റോറി എടുത്തിട്ട് ഒരു ഉമ്മയും കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ സെലിബ്രിറ്റിയുടെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ ആക്കാം, നമുക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാം എന്നുള്ളത്. ഇതുവരെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ശരിയാണ്. ഐ ആം ഇൻ UK നോ, ഞാനിപ്പോ UK-യിലാണ് എന്ന് പറയുകയാണ്. ഹൗ മച്ച് യു വിൽ സജസ്റ്റ്, ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ നീ എത്ര രൂപ, ഹൗ മച്ച് യു വിൽ സജസ്റ്റ്, എത്ര രൂപയാണ് നിങ്ങളുടെ റേറ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഇതും നമുക്കൊരു പ്രശ്നമില്ലെന്ന്. ഇതിന് എൻ്റെ അടുത്ത കമന്റ് ആണ്. അടുത്ത കമന്റ്, ഓക്കെ, ഈ പറയുന്ന റെനാസുനയുടെ കാലിലാണ് ആരാധന, കാലിനെ ആരാധിക്കുന്ന ഏതോ ഒരുത്തനാണ്. അവൻ എന്ത് ചെയ്യുന്നു, കാലിന് ഉമ്മ കൊടുക്കുന്നു. എടോ, ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്ന് പറഞ്ഞില്ല, പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. ഓക്കെ,
പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ പറയുന്ന രണാസുരയുടെ തൊടയുടെ കുറെ ഫോട്ടോ എടുത്ത് പിന്നെ ഇന്നലെ സ്മൈലി അല്ലെങ്കിൽ ഉമ്മ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചാറ്റ് കാണുമ്പോൾ ഞാൻ പറയുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അവൻ ചോദിച്ചത് മറ്റൊന്നുമല്ല, അവൻ ചോദിച്ചത് മറ്റൊന്നുമല്ല. ഇത് ഡയറക്റ്റ് മീറ്റിംഗ് എന്ന് പറയാം, എത്ര രൂപയാകും എന്ന് ചോദിക്കുമ്പോ ഇത് അതിന് തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ ഇവിടെ ഉള്ളവർക്ക് ഉണ്ട്. ഇനി എത്രയൊക്കെ പറഞ്ഞു, അപ്പൊ ഞാൻ ഞെട്ടി. സത്യം ഞാൻ കരുതി ഇത് ഒരു ഫേക്ക് ന്യൂസ് ആയിട്ട് അവൾ പറയും. കാരണം ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതിനെ നമുക്ക് ന്യായീകരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് മീറ്റിംഗ് ആണ് നിങ്ങൾ, നമ്മൾക്ക് ഒരു നല്ല സ്വഭാവമുള്ള ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ സ്വഭാവശുദ്ധിയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ നമ്മൾ പറയും എന്ത് മീറ്റാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എടുത്ത് ചോദിക്കണം. എന്ത് മീറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പൈസ ചോദിക്കുന്നത്. അങ്ങനെ എന്നെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ എത്ര രൂപയാകും എന്ന്, അതായത് വിലപേശുകയാണ്. എന്റെ റേറ്റ് എത്ര ഒരു ദിവസത്തേക്ക്? ഇത് തന്നെയാണ് ഡയറക്റ്റ്, ഇത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ പറയുന്നതിന് മാനേജർ ആരാണ് ഇവിടെ? കരീഷ്മ. അപ്പോ കംപ്ലീറ്റ് പക്ക, ഇപ്പൊ ഒരു നല്ല പച്ച വെള്ളം പോലെ അല്ലെങ്കിൽ രാവിലെ പച്ച വെളിച്ചം പോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നില് അല്ലെങ്കിൽ രണാസുനയെ കൊണ്ട് ഈ ഒരു ചതിക്കുടിയിലേക്ക്, രണാസുനയ്ക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഗ്രഹമുള്ള ഒരു ഫീൽഡായിരുന്നു. അവിടെ കൊണ്ട് ഇറക്കി പൈസ മാറുന്നത് ഈ പറയുന്ന കരീഷ്മ എന്ന് പറയുന്ന ദുബൈയിലുള്ള കക്ഷിയാണ്. അവിടെ കൊണ്ടിട്ട് കൂട്ടിക്കൊടുപ്പാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മാറ്റമില്ല. അപ്പോ കരീഷ്മയാണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ ഈ ദുബായിൽ പോകുന്നതും 10ഉം 12ഉം നമ്മളിങ്ങനെ വെറുതെ ഓരോന്നൊരുന്നായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. പല രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് പ്രൂഫില്ലായിരുന്നു. ഇതിനപ്പുറം എന്ത് പ്രൂഫാണ് വേണ്ടത്? ഇത് ഫേക്ക് എന്ന് പറയാ, ഇത് ഫേക്ക് എന്ന് പറയത്തില്ല. കാരണം ഈ സാധനം രണാസുന ഫേക്ക് എന്ന് പറയാതിരിക്കാനുള്ള കാരണവും ഇതിനകത്ത് പലതും ഉണ്ട്. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഒരു എവിഡൻസ് മാത്രമല്ല ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആരെടുത്ത്? നമ്മുടെ ഷഫീന ബീവിയുടെ അടുത്ത് ഈ ഒരു എവിഡൻസ് മാത്രം. ഷഫീന ബീവി അതിനകത്ത് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് 100 ഫോട്ടോ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും സത്യമാവേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. വളരെ എന്താണ് ഈ പറയുന്ന ഈ ഒരു ചാറ്റ് വേണമെങ്കിൽ എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്റെ ചാറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു ഒഴിയാം. പക്ഷെ അവിടെ എന്നത് ചെയ്തില്ല. ഇത് ഡയറക്റ്റ് പറഞ്ഞു, ഇൻഡയറക്റ്റ് എന്റെ മാനേജറെ കാപ്പൊടിക്കാനൊക്കെ അന്വേഷിക്കുമ്പോൾ ഞാൻ മാനേജറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് 100% ഉറപ്പുണ്ട്. ഇത് അവള് തന്നെയാണ് ഇത് ചാറ്റ് ചെയ്തത്, അല്ല എഴുതിയെന്നുള്ള ഓൾറെഡി സമ്മതിച്ചു. അവിടെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാറ്റിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ പറ്റാത്തത്ര മന്ദബുദ്ധിയല്ല ഞാൻ. മനസ്സിലായോ? അവരെ ജനുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെങ്കിലും മനസ്സിലാക്കുക. ഇത് തന്നെയാണ് നമ്മൾ പല വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. വാട്ട് ഈസ് രണാസുന, ഹൂ ഇസ് ഷീ, അവൾ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്. അപ്പോ ഇത്രയും ഈ പറയുന്ന എന്താണ്, സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചതിന് ശേഷം അവരുടെ ഒരു കരച്ചിൽ കണ്ട്, അവരുടെ പരിതാപകരമായ അവസ്ഥ കണ്ട്, അവരുടെ ആ ദാരിദ്ര്യം കണ്ട്, 2 ആൺകുട്ടികളാണ്, ആരുമില്ല, തങ്കനുണ്ട്, ഒരു പണിക്കും പോലെന്ന പറഞ്ഞു പോട്ട്. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെന്ത് ചെയ്തു? പാവമല്ലേ കഷ്ടമല്ലേ തോന്നിക്കൊണ്ട് കൊടുത്തു. അവർക്കൊരു വീട് വെച്ച് കൊടുത്തു, ഒരു സ്ഥലം കൊടുത്തു. ഇതൊക്കെ ചെയ്തു. അതൊക്കെ കിട്ടിയതിനു ശേഷം അവരൊക്കെ തന്തയ്ക്ക് വിളിച്ചു. ഓക്കെ, അതിനുശേഷം അവർക്കൊരു പണി വാഗ്ദാനം ചെയ്യുന്നു. പണി വേണ്ടാന്ന്, എനിക്ക് ആ പണി പറ്റത്തില്ല, എനിക്ക് അറിയാന്നുള്ള പണി വേറെയാണ്. ശരി, ഓക്കെ, വേറെ പിന്നെ ആൽബം ഷൂട്ട് മറ്റേ തേങ്ങ എന്നൊക്കെ. ഇതിനപ്പുറം ഇതും പോരാഞ്ഞിട്ട് എന്താണ്, കൂടുതൽ പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് എന്നുള്ള എന്താണ് പറയുന്ന ഒരു തീരുമാനത്തോടു കൂടി ഗൾഫിൽ പോയി. സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് വൃത്തികേട, ഇത്രയ്ക്ക് നാണം കെട്ടുന്ന, ഇത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഇവരെയൊക്കെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു തുറന്ന ഇതായിട്ട്, അല്ലെങ്കിൽ ഒരു ബോധമില്ല. അപ്പോൾ ഈ ഞാൻ പണ്ടേ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ പറയുന്ന കരീഷ്മ എവിടെ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നിരുന്നു. അവൾക്ക് നല്ല, ഞാൻ പറഞ്ഞില്ലേ അന്നേ എനിക്കറിയാം, കുറച്ച് സാമ്പത്തികമുള്ള ഒരു കക്ഷിയാണ്. ദുബൈയിൽ എന്തോ സെറ്റിൽഡാണ്. അപ്പൊ സാമ്പത്തികം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഈ ചാറ്റിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേറെ എന്തെങ്കിലും ഉണ്ട് ഇതിനകത്ത് വന്ന് നിന്റെ റേറ്റ് എത്ര, നേരിട്ട് കാണുന്നതിന് റേറ്റ് എത്ര എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് നേരിട്ട് കാണാം. റേറ്റിന്റെ കേസ് ഈ പറയുന്ന മാനേജറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇന്നിപ്പോ കുറച്ചും കൂടി റീല് കണ്ടു. യെസ്, ഐ ആം സെലിബ്രിറ്റി. അതായത് ഞാൻ ബിഗ് ബോസിൽ 2 ദിവസം പോയി
സെലിബ്രിറ്റി ആയിട്ടെന്ന് പറയാം. നമ്മൾ നാലാൾ അറിയുന്നവരെ സെലിബ്രിറ്റി എന്നതിനെ തന്നെ വിളിക്കുന്നത്. അതിന് തെറ്റൊന്നുമില്ല. സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? സെലിബ്രേറ്റ് നിങ്ങൾ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ് സമൂഹത്തിൽ നിങ്ങൾ ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. അത് എന്ത് തരത്തിലുള്ള പ്രചോദനമാണ് താങ്കൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് പറയേണ്ടി വരും. ഇത് ഈ ലെവലിലേക്ക് പോകൂ, ഈ വഴിയിലേക്ക് പോകൂ, കരിഷ്മയെ പോലുള്ള ഒരു കൂട്ടുകാരിയെ കണ്ടെത്തൂ, വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പണമുണ്ട്. ഇപ്പം SUV എന്തോ വാങ്ങാൻ വേണ്ടി പോകുന്നു. SUV റേറ്റ് അറിയാലോ, അതിപ്പോ 2 മാസത്തിനകത്ത് വാങ്ങുമെന്ന് പറയുന്നു. ഇതെവിടെന്നാ? ഈ യുദ്ധസമയത്ത് നമ്മളെല്ലാം പറഞ്ഞു എന്താണ്, സ്വർണ്ണക്കള്ളക്കടത്താണ് എന്ന് നമ്മൾ പലരും എന്താണ് പല ഇതും വന്നു. പക്ഷെ അതല്ല സംഭവം. ഇത്രയും യുദ്ധം നടന്നപ്പോഴും അതിൻ്റെ ഇടയിൽ കൂടി പോകണമെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, ഇതായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ തെളിയിക്കുന്നത്. ഇനി ഇതിൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവ് ശാരിയൊക്കെ അവിടെ കിടന്ന് കണകണ അലകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമാന്നൊരക്ഷരം മിണ്ടാതെ ഇരിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോ ഇതാണെന്ന് നിങ്ങൾ പണ്ടേ ലേബൽ ചെയ്ത് കളി. ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, നിങ്ങൾ ആരും പറയണ്ട, ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ. മനസ്സിലായോ? അത് മാന്യമായിട്ട് ജീവിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കൊണ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മാറി വെളുക്കും. അവരെ ഇരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ. ഈ പറയുന്ന ഷഫീന വീട് കൊണ്ട് കേസ് കൊടുക്കണം നന്നായിരിക്കും. ആദ്യം പൊക്കണം നിങ്ങളെ ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് മാറാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇത്രയും മാറിയായിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും നാണം കെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്ന് ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ദൈവം പറഞ്ഞില്ലേ. അപ്പൊ ദൈവം ഈ ദുഷ്ടനെ പന പോലെ വളർത്തും. മനസ്സിലായോ? ഇത് ടബേനൊരു ഇടക്കും മാറി അതെ, കാഫി കുടിക്കാൻ എൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പൈസ ഈടാക്കും. ആ പൈസക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് മൈ മാനേജർ മിസ് കരിഷ്മ. എന്ത് റേറ്റ് ചോദിച്ചു? അയ്യേ, നാണമുണ്ട്. എപ്പോഴും നീ ഇടയ്ക്കിടയ്ക്ക് പറയണം നാണമുണ്ടോ നിനക്ക്? നാണം പോയിട്ട് ചെറിയൊരു ഉളുപ്പ് ലേശം ഒരു പെണ്ണെന്ന ഒരു ചിന്തയെങ്കിലും ഉണ്ടോ? ഇത്രയും 2 മക്കളുണ്ട്, ഒരു തടിയനൊരു ചെറുക്കനുണ്ട്, അതൊരാണ് മോനെന്ന് പറയുന്നു. പിന്നെ ഒരു കൊച്ചു ചെറുക്കൻ. പിന്നെ തന്തേനെ തള്ളേനെന്നും കുറ്റം ഞാൻ കുറ്റം പറയില്ല. കാരണം അവരെ കൊണ്ടൊന്നും ഇതിനെ മേയ്ക്കാൻ പറ്റത്തില്ലെന്നേ. അവരൊക്കെ ചാടിക്കരുത്. നീ പോയി ഉണ്ടായിക്കൊണ്ട് വരണോന്ന് ചോദിക്കും. നീ പണം ഉണ്ടായിക്കൊണ്ട് വരണോന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. വയസ്സാം കാലത്ത് എന്തെങ്കിലും കിട്ടണേ ഇവൻ കേട്ട് മടുത്ത് ഞാൻ പറഞ്ഞാലല്ലേ മനസ്സിലാവും. ഒരച്ഛനും അല്ലെങ്കിൽ ഒരമ്മയും ഇതിനു വേണ്ടിയിട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് വിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോ ഈ കാണുന്നത് മാത്രമാണ്. മനസ്സിലായോ? അവിടെ അവരെ വെട്ടോത്തി വെച്ചോണ്ടിരിക്കുന്നത് ഉണ്ടരുത് തങ്കു എന്ന് പറഞ്ഞ് വെട്ടാൻ വേണ്ടി നിൽക്കുന്നത് വെച്ചാൽ അവർക്ക് ഇവിടെ വോയിസ് ഇല്ല. ഇവരുടെ ചെലവിലാണല്ലോ കഴിയുന്നത്. അവിടെ കൊണ്ടുകൊടുക്കുന്നത് എന്തായാലും തിന്നുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്. വേറെ ഇപ്പം പോകാനുള്ള ആരോഗ്യം കാര്യങ്ങളൊന്നും കുറെ നുണയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നു. കുറെ കുശുമ്പും ഒരു കുറെ അസൂയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തളർന്നു. ഇപ്പം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കുടുംബത്തെ നാട്ടിക്കുന്നു. ഈ പറയുന്ന തെറ്റായ രീതിയിൽ ഉണ്ടാക്കുന്ന പണം നാറിയാണ് ഉണ്ടാക്കുന്നത്. ആ നാട്ടം നമ്മൾ എപ്പോഴും കൊണ്ടുവിടക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാലോ, ഒരുപാട് ഇതുപോലെ ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ നല്ല സമൂഹത്തിൽ വളരെ വളരെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു 10-200 ക്യാമറമാൻ ബാക്കിൽ നടന്ന് ഫോട്ടോസ് എടുത്ത് ഒരു സെലിബ്രിറ്റി പരിവേഷത്തോടുകൂടി ജയിക്കുന്നു. ഒരു പ്രശ്നം. താങ്കൾ അങ്ങനെ ജീവിച്ചോ? താങ്കൾ ഇനി അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റായ ജോലി, അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തരുടെ സ്വഭാവം ഇതുപോലെ. ഞാൻ എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കണം നിങ്ങൾ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഉണ്ടാക്കരുത്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ അഹങ്കാരം പറച്ചിലും മറ്റതും മറിച്ചതും ഉണ്ടാക്കരുത്. മനസ്സിലായോ? നമ്മളെ കാണുന്ന രീതിയിൽ, നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ, നമുക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന രീതിയിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ അമ്മേനെ പ്രതികരിച്ചേനിരിക്കും. അതല്ല നിന്റെ ജോലി ഇതാണ്, എനിക്കിതേ പറ്റുള്ളൂ, എനിക്കിതാണ് ഇഷ്ടം, ശരി വയ്ക്കാം. നീയായി നിന്റെ പാടെ, നിന്റെ ആര് പോണ്ടെന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന എവിടെയാണ് പിന്നെ വിദേശത്ത് പോണ്ടെന്നോ, ദുബായിൽ പോണ്ടെന്നോ, അവിടെ പോണ്ടെന്നോ, മറ്റേ ബാറിൽ പോയി ഡാൻസ്, ആരും പറയുന്നില്ല. അതെന്ത് പോസ്റ്റ് ചെയ്യായിരുന്നാ മതി. ആദ്യം നിന്റെ കൂടെ നടക്കണ കുറെ മാർഗങ്ങളുണ്ടല്ലോ, ലവന്മാരെ പറഞ്ഞു വിടും. മനസ്സിലായോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ, കാരണം ഇങ്ങനെ തിളങ്ങി 4 വരെ അറിഞ്ഞ് ഈ പറയുന്ന വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞാലേ കസ്റ്റമേഴ്സ് വരുള്ളൂ. എന്തായാലും ഞാൻ ഒരു തരത്തിൽ ഞെട്ടി ഇതിനെ സമ്മതിച്ചപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഒരു പരിധി വരെ ഞാൻ കരുതി ചിലപ്പോൾ ഇത് വല്ല AI ക്രിയേഷനും വല്ല ആണെങ്കിലും
പക്ഷെ അല്ലടെ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത്ര ഡയറക്റ്റായിട്ട് വരുന്നു, പറയുന്ന എന്താണ് ചാറ്റ് ചെയ്യുന്നു, UK എന്നൊക്കെ പറയുമ്പോൾ തലകുത്തനെ വീഴുന്നു. ഡയറക്റ്റ് കാണണം, ഡയറക്റ്റ് മീറ്റ് ആക്കണം എന്ന് പറയുമ്പോൾ, മാനേജറെ കാണാമലാണ് അതിന്റെ റേറ്റ് നിശ്ചയിക്കുന്നതെന്ന് പറയുമ്പോൾ, അതിനെ ഈ പറയുന്ന അഖിൽ മാരാറ് കടന്ന് ന്യായീകരിക്കും പോലെ, മെഴുകും പോലെ വന്നിരുന്ന മെഴുകയാണ്. അത് കോഫി കുടിക്കുന്നതായിരുന്നു. വെരി ഗുഡ്. നമുക്ക് വേണ്ടി കാണാം.